ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ്. അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. സോ എന്താണ് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ, അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് ദ സ്റ്റാർ വുഡ് ഹാവ് if it were placed at a distance of 10 parsec from the earth. എന്താണ് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നക്ഷത്രം സ്റ്റാർ എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ നിന്നും 10 പാർസെക് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അല്ലേ? നമ്മൾ അപ്പാരന്റ് കേസിൽ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പാരന്റ് കേസിൽ നമ്മൾ ഡിസ്റ്റൻസിന് നമ്മൾ യാതൊരു ലിമിറ്റും വെച്ചിട്ടില്ല. നമ്മൾ എർത്ത് സർഫസിൽ നിന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർസ്, അല്ലെ, അതിന്റെ ബ്രൈറ്റ്നസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാന പോയിന്റ് ആണ്. കാരണം ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോർ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ബ്രൈറ്റ്നസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അല്ലേ? അപ്പം ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അനുഭവപ്പെടുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് അനുഭവപ്പെടുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് രാത്രികാലങ്ങളിൽ നമ്മൾ ആകാശത്ത് ഒബ്സർവേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ചില നക്ഷത്രങ്ങൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാറുണ്ട്, ചിലപ്പോൾ വളരെ ഡിം ആയിട്ടാണ് കാണാറുള്ളത്. ഒരു പക്ഷേ അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് നേരെ വിപരീതമായിരിക്കും. നമ്മൾ ഡിം ആയിട്ട് കാണുന്നതാവാം കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുന്നത്, നമ്മൾ ബ്രൈറ്റ് ആയിട്ട് കാണുന്നതിനാവാം കമ്പാരിറ്റീവ്ലി കുറവ് ഇന്റൻസിറ്റി ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എർത്ത് സർഫസിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്, അത് നമ്മൾ നാക്കഡ് ആയിക്കൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ നമ്മളുടെ എർത്ത് സർഫസിന് അല്ലെങ്കിൽ എർത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ഏതാണോ അവിടെയാണ് നമുക്ക്, അല്ലെങ്കിൽ ആ സ്റ്റാറിനാണ് നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് തോന്നുന്നത്. മറ്റേത് ഒരുപാട് അകലത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ബ്രൈറ്റ്നസ് നമ്മളുടെ സർഫസിലേക്ക് എത്രത്തോളം റീച്ച് ആവണമെന്നില്ല. അല്ലേ? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ്? ഇപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ്, രാത്രി നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ്, സ്ട്രെയിറ്റ് റോഡാണ്, നമുക്കൊരു ഓൾമോസ്റ്റ് 1.5 കിലോമീറ്റർ നമുക്ക് സ്ട്രെയിറ്റ് റോഡ് നേരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അകലെ നിന്നൊരു വണ്ടി വരികയാണ്, അല്ലെ, കാറാണെന്ന് വിചാരിച്ചു. അകലെ നിന്നൊരു കാർ വരുന്ന സമയത്ത് ആ 1.5 കിലോമീറ്റർ ദൂരത്തുണ്ടാവുന്ന സമയത്ത്, നമ്മളിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്ത് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്രൈറ്റ്നസ് അല്ല നമ്മളുടെ ഒരു 100 മീറ്റർ അടുത്തെത്തുന്ന സമയത്ത് ഉണ്ടാവും. അല്ലെ? നമ്മളെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ആ കാറിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ അവിടെ ഡിസ്റ്റൻസ് ഒരു പാരാമീറ്റർ ആണ്. സോ നമ്മൾ ആ നിന്നുകൊണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ 1.5 കിലോമീറ്റർ ദൂരത്തുള്ള കാഴ്ച നമുക്ക് ഈസിയാണ്, അതിൽ യാതൊരു തടസ്സവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ 1.5 കിലോമീറ്റർ അകലെ നമ്മളുടെ വണ്ടി എത്തുന്ന സമയത്ത് അതിന് ബ്രൈറ്റ്നസ് വളരെ കുറവായിരിക്കും. നമ്മുടെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടി കൂടി വരും. സോ അതാണ് ഇൻവേഴ്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് കൂടുമ്പോൾ ബ്രൈറ്റ്നസ് കുറയുന്നു. അതുപോലെയാണ് ഇവിടെ നമ്മൾ എർത്ത് സർഫസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സ്റ്റാറിന്റെ പൊസിഷൻ ഒരു പാരാമീറ്റർ ആണ്. അപ്പം എർത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്നത് നമുക്ക് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നാം, അതേസമയത്ത് അകലെയുള്ളത് ഡിം ആയിട്ട് തോന്നാം. അപ്പൊ നമ്മുടെ ബസ്, അല്ലെങ്കിൽ നമ്മളിപ്പം നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, റോഡിൽ വാഹനം കാത്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെ കുറിച്ച്. അങ്ങനെയാണ് കാർ വരുന്നതാണെങ്കിൽ അത് 1.5 കിലോമീറ്റർ നിൽക്കുന്ന സമയത്ത് എന്താണോ അതിന്റെ പവർ, അതേ പവർ തന്നെയാണ് നമ്മുടെ 100 മീറ്റർ അടുത്ത് നിൽക്കുന്ന സമയത്ത്. അതിന്റെ പവറിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ആ ബ്രൈറ്റ്നസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ഈ സർഫസിൽ നിന്നും ഈ വളരെ ബ്രൈറ്റ് ആയിട്ട് കാണുന്ന, സർഫസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വളരെ ബ്രൈറ്റ് ആയിട്ട് കാണുന്ന സ്റ്റാറിനായിരിക്കില്ല യഥാർത്ഥത്തിൽ ബ്രൈറ്റ്നസ് കൂടുതൽ, ഒരുപക്ഷെ അകലത്തുള്ളതിനാവാം. അല്ലേ? അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റൻസിന്റെ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് ആക്ച്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ അനാലിസിസ് അവിടെ നടത്താൻ കഴിയാത്തൊരു പ്രശ്നം വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാ ഒബ്ജക്റ്റിനെയും, എല്ലാ സ്റ്റാർസിനെയും, അല്ലെങ്കിൽ ആ ഏതിനൊക്കെയാണ് ബ്രൈറ്റ്നസ് ഉള്ളത് അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്ത് സർഫസിൽ നിന്നും 10 പാർസെക് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ്. അപ്പം ഒരുപാട് അകലെയുള്ളതിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ഒരുപാട് അടുത്തുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 10 പാർസെക്കിലേക്ക് കൊണ്ടുവരുന്നു. സോ എല്ലാത്തിനെയും നമ്മൾ ഒരേ പോയിന്റിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി കാണാവുന്നതാണ് ഏതിനാണ് ബ്രൈറ്റ്നസ് കൂടുതൽ, ഏതിനാണ് ബ്രൈറ്റ്നസ് കുറവ് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അല്ലേ? അപ്പം അങ്ങനെ ഒരു ഈസി മെത്തേഡ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് നമ്മുടെ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിൽ നിന്ന് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ്. സോ എന്താണ് പാർസെക് എന്ന് പറയുന്നത്? പാർസെക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ ഒരു യൂണിറ്റ് ആണ്. സോ 1 പാർസെക് എന്ന് പറയുന്നത് 3.2 ലൈറ്റ് ഇയർ ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ 10 parsec ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 32 ലൈറ്റ് ഇയർ വരുന്നു. 32 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 10 parsecs. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം നമുക്കൊന്ന് ഗ്രാഫിക്കലായിട്ട് നോക്കാം. നോക്കൂ, നമ്മൾ ഇതാണ് എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ സൂര്യനെയാണ്, നമ്മൾ സ്റ്റാർ ആയിട്ടുള്ള സൂര്യനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് നമുക്കൊരു വിഷയമല്ല, നമ്മൾ ഡിസ്റ്റൻസ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ഇതിന്റെ ബ്രൈറ്റ്നസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ സണ്ണിന്റെ മാഗ്നിറ്റ്യൂഡ്, അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, -26.7 ആണ്. -26.7 ആണ്. അതായത് നമുക്കറിയാം മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ -26 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇതേ സണ്ണിന്റെ കേസ് നിങ്ങൾ എടുക്കൂ, നമ്മൾ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സണ്ണിനെ നമ്മൾ അകലേക്ക് കൊണ്ടുപോകണം. കാരണം എന്താണ്, 10 parsec ഡിസ്റ്റൻസിലല്ല സണ്ണ് ഇപ്പോൾ ഉള്ളത്. സണ്ണ് നമ്മളെ എർത്തിനോട് വളരെ അടുത്തിട്ടാണുള്ളത്. സോ ഇതിനെന്ത് ചെയ്യണം, 10 parsec ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സൂര്യനെ നമ്മൾ അകലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ ഇതേ എർത്തിന്റെ മുകളിൽ നിന്നിട്ട് അതേ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ സണ്ണിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു, ഇവിടെ d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 10 parsec ആയിട്ട് മാറുന്നു. അപ്പം നമ്മളോട് അടുത്ത് ചേർന്നിട്ട് ഉണ്ടായിരുന്ന സണ്ണിനെ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോകുന്നു. നമ്മളും ഈ സണ്ണും, ഒബ്സർവറും സണ്ണും നമ്മളുടെ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എർത്തും സണ്ണും നമ്മളുടെ ഡിസ്റ്റൻസ് 10 parsecലേക്ക് കറക്റ്റ് ആ പോയിന്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായി മാറും, 4.7 ആയി മാറുന്നു. ഇവിടെ നോക്കൂ, അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് -26.7, വളരെ ബ്രൈറ്റ്നസ് കൂടിയ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, ഡിസ്റ്റൻസ് കൂടി 10 parsecലേക്ക് പോയ സമയത്ത് അതിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു 4.7 ആയി. കാരണം എന്താ, -26 വലുതാണ് 4.7 അല്ലേ. അപ്പം വാല്യൂ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ് കുറയുന്നു. സോ ഇതാണ് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡും അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ നമുക്കറിയാം ബ്രൈറ്റ്നസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. സോ ഇവിടെ നമ്മൾ ഈ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് നമുക്ക് d ആയിട്ട് എടുക്കാം. സോ ഇൻവേഴ്സ് സ്ക്വയർ ലോ പ്രകാരം BD, അതായത് ഏതാണ് നമ്മുടെ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അപ്പാരന്റ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ B10, അതായത് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ ഉണ്ടാകുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിന്റെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സോ നമ്മൾ ഇത് തമ്മിലുള്ള റേഷ്യോ കാണുകയാണെങ്കിൽ B10 ഡിവൈഡഡ് ബൈ BD കാണുകയാണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്, അത് ഇതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/10² ഡിവൈഡഡ് ബൈ 1/d² എന്ന് എഴുതാം അല്ലേ. സോ ഇവിടെ 1/10² ഡിവൈഡഡ് ബൈ 1/d² എന്ന് പറഞ്ഞാൽ എന്താണ്, d²/10² ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, d/10² എന്ന് എഴുതാം അല്ലെ, d/10² എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടുന്നു, B10 ഡിവൈഡഡ് ബൈ BD ഈസ് ഈക്വൽ ടു d/10² എന്ന് പറയുന്നത്. B10 എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ ബ്രൈറ്റ്നസ്. BD എന്ന് പറയുന്നത് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിന്റെ കേസിലെ ബ്രൈറ്റ്നസ്. മീൻസ് the ratio of brightness in absolute magnitude and in apparent magnitude. So B10 divided by BD is equal to d/10² എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ നമ്മൾ ഈ ബ്രൈറ്റ്നസിന്റെ കേസിലല്ലാതെ ആ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു, നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ കേസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെയാണ് വന്നത്, നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരുന്നത് അല്ലേ. എന്താണ് കിട്ടിയത്, m2 - m1 is equal to -2.5 log b2 divided by b1 ആണ് കിട്ടിയിരുന്നത്. അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഇതേപോലെ നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ കേസിലേക്ക് ഈ ബ്രൈറ്റ്നസിന്റെ ടേമിനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ക്യാപിറ്റൽ M മൈനസ് M എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് മൈനസ് അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു -2.5 log d/10 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഇവിടെ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്, സ്മോൾ m എന്ന് പറയുന്നത് എന്താണ്, അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ്, d എന്ന് പറയുന്നത് എന്താണ്, അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ 10 എന്ന് പറയുന്നത് എന്താണ്, 10 parsec ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് എന്ത് നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡിന്റെ കേസിലേക്ക് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത്. സോ ഇതിനൊരു പേരുണ്ട്, ഈ ഒരു ടേമിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, ഡിസ്റ്റൻസ് മോഡുലസ് എന്ന് വിളിക്കാം. M minus M, അതായത് the difference between the absolute magnitude and apparent magnitude, അതിനെ നമുക്ക് എന്താ പറയാം, ഡിസ്റ്റൻസ് മോഡുലസ് എന്ന പേരിൽ വിളിക്കാം. ഓക്കെ, സോ ഇതാണ് absolute magnitude എന്ന് പറയുന്നത്.